നമശിവായ. നമസ്കാരം. എല്ലാ മിത്രങ്ങൾക്കും ഗീതാ ഹൃദയത്തിലേക്ക് സ്വാഗതം. സർവശ്രുതിശിരോരത്ന സമുദ്ഭാസിതമൂർത്തയെ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം അധ്യായം 2 ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം കഴിഞ്ഞ ദിവസം 45-ാം ശ്ലോകം വരെയാണ് ശ്രദ്ധിച്ചത്. 46-ാം ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. യാവാനാർത്ഥ ഉദപാനേ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജ്ഞാനതഃ ബ്രാഹ്മണസ്യ വിജാനതഃ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ജലം വന്നു നിറഞ്ഞ കിണർ കൊണ്ട് എത്ര പ്രയോജനമുണ്ടോ അത്ര കണ്ട് പ്രയോജനം എല്ലാ വേദങ്ങളും അറിയുന്ന ജ്ഞാനിയായ ബ്രാഹ്മണനെ കൊണ്ടും ലഭിക്കുന്നു. ആ ഉപമ ഇത് മനോഹരമായ ഉപമയാണ്. എല്ലാ ഭാഗത്തു നിന്നും ജലം വന്ന് നിറയുന്ന കിണർ കൊണ്ട് വെള്ളം വറ്റാത്ത കിണർ കൊണ്ട് എത്രമാത്രം പ്രയോജനമുണ്ടോ അത്ര കണ്ട് പ്രയോജനം എല്ലാ വേദങ്ങളും അറിയുന്ന ബ്രാഹ്മണനെ കൊണ്ടും ഉണ്ട്. ഇവിടെ നിറഞ്ഞ കവിഞ്ഞ കിണറിൽ നിന്ന് ചിലർ കൃഷിക്ക് വേണ്ട ജലമെടുക്കുന്നു, ചിലർ പശു തുടങ്ങിയവരെ കുടിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നു, വേറെ ചിലർ അത് സ്വയം കുളിക്കുന്നു. അങ്ങനെ എല്ലാവിധ കാര്യങ്ങൾക്കുമായി ജലത്തെ ഉപയോഗിക്കുന്നു. അതുതന്നെയാണ് വേദത്തിൻ്റെയും അവസ്ഥ. വേദങ്ങളിൽ വിമാനവിദ്യ, സമുദ്രയാന വിദ്യ, രസതന്ത്രം, ഭാഷാശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം തുടങ്ങിയവയെല്ലാമുണ്ട്. വിജ്ഞാനിയായ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദത്തെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദമറിഞ്ഞവൻ, ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ എന്ന് നാം പറയാറുണ്ട്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദമാണ്. വേദത്തെ അറിയുന്നവൻ ബ്രാഹ്മണൻ. സർവപ്രയോജനവും ബ്രാഹ്മണൻ, വിജ്ഞാനിയായ ബ്രാഹ്മണൻ സർവ പ്രയോജനവും ഉള്ളവനാണ്. വിജ്ഞാനിയായ ബ്രാഹ്മണൻ്റെ ദൃഷ്ടിയിൽ ധർമ്മസംബന്ധിയായ സർവസിദ്ധിയുടെയും ആകാരമാണ് വേദങ്ങൾ. മോക്ഷാർത്ഥികൾക്ക് വേണ്ടിയ മോക്ഷ ഉപയോഗിയായ ഉപദേശങ്ങളും ഇതേ വേദത്തിൽ തന്നെയാണുള്ളത്. വേദങ്ങളുടെ പ്രാധാന്യവും അതിൻ്റെ സ്ഥാനവും നമ്മുടെ ജീവിതത്തിൽ അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ടെന്നുള്ളതും സമർത്ഥിക്കുകയാണ് ഭഗവാൻ ഇവിടെ. ചില നമ്മുടെ ഗീത പഠിപ്പിക്കുന്നവരും ചില ഗീതയുടെ ഭാഷ്യങ്ങൾ പറയുന്നവർ സർവഭാഗത്തും നിന്ന് നിറഞ്ഞ കിണർ പോലെ ഉപയോഗശൂന്യമാണ് വേദങ്ങളെന്നും അതിനാൽ ബ്രാഹ്മണ വേദങ്ങളുടെ ആവശ്യമേ ഇല്ല എന്നും വാദിക്കുന്നവരുണ്ട്. ആ അർത്ഥവ്യാഖ്യാനം നടത്താറുണ്ട്. ഉപമാലങ്കാരം മനസ്സിലാകാത്തത് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ ഈദൃശമായ തെറ്റിദ്ധാരണയ്ക്ക് കാരണം. ഇവിടെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരവും അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. വിജ്ഞാനിയായ ബ്രാഹ്മണന് കേവലം മുക്തി മാത്രമാണ് ആവശ്യമെങ്കിൽ അയാൾക്ക് കർമ്മത്തിൻ്റെ ആവശ്യകത പിന്നെന്താണ്? അതിനുള്ള ഉത്തരം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പോൾ വേദങ്ങളുടെ ഉപയോഗം, വേദങ്ങളുടെ സവിശേഷത, ഇതെല്ലാം ഈ പറഞ്ഞ ശ്ലോകത്തിൽ സവിസ്തരം
പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അടുത്ത ശ്ലോകത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ ഉത്തരവുമായി അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം കാണാൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഗുരുപാദാരബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം. സർവേശ്വരൻ നല്ലൊരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.